ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 105-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൽ നിന്ന് വിവിധമായ കാര്യങ്ങൾ നാം ഇതിനോടകം ഓർത്തു കഴിഞ്ഞു. ഇന്നും ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വീണ്ടും വായിച്ചു കേൾപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശൗലിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരുന്ന അതിമനോഹരമായ ചിത്രമാണ് കാണുവാൻ കഴിയുന്നത്. നാം ഓർക്കേണ്ടുന്ന അനേക കാര്യങ്ങൾ ഈ ഭാഗങ്ങളോട് ബന്ധപ്പെട്ട് നാം ചിന്തിച്ചു കഴിഞ്ഞതാണെങ്കിലും ഇന്ന് മറ്റൊരു ചിന്തയിലേക്ക് അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജസ്ഥാനത്തേക്ക് വരുന്ന ശൗലിനോട് പറയുന്നത് യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശൗലെ, നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുവാൻ പോകുന്നത് നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുവാൻ കഴിയുന്ന ഒരു ജനത്തെയല്ല, മറിച്ച് അവർക്ക് എത്ര കുറവുണ്ടെങ്കിലും, അവർ ദൈവമുൻപാകെ ഏതെല്ലാം കാര്യത്തിൽ കുറവുള്ളവരാണെങ്കിലും, മനുഷ്യരുടെ മുൻപാകെ അവർക്ക് പല പരിമിതികളുണ്ടെങ്കിലും അവർ എൻ്റെ അവകാശമാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പ്രയോഗമാണ് അവർ ദൈവത്തിൻ്റെ അവകാശമാണ് എന്നുള്ളതാണ്. അതിൽ ഇസ്രായേൽ ജനത്തിന് അഭിമാനിക്കാനുണ്ടെങ്കിലും അവർക്ക് അർഹതയായി പറയാനായിട്ടൊന്നുമില്ല. കാരണം അത് ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ്. അവരുടെ ചുറ്റുമുള്ള അനേക ജാതികളെ തള്ളിക്കളഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ഒരു നിക്ഷേപമായിട്ട് ഒരവകാശമായി തിരഞ്ഞെടുത്തത് കൃപയുടെ വലിയ ചിത്രത്തെയാണ് നമ്മെ കാണിക്കുന്നത്. നമ്മോടുള്ള ബന്ധത്തിലും അത് തന്നെയല്ലേ കാണുവാൻ കഴിയുക? നമുക്കെന്താണ് പ്രശംസിപ്പാൻ ഉള്ളത്? ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയല്ലാതെ നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ദൈവം തൻ്റെ അവകാശത്തിന് പ്രഭുവായിട്ട്, രാജാവായിട്ട് ശൗലിനെ എടുക്കുമ്പോൾ ശൗലിനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അവർ എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ശൗലേ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ ഭരിക്കുവാൻ കഴിയുകയില്ല. മറിച്ച് തന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണിത്. ശൗലിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനല്ല, ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനെ കാണുമ്പോൾ അവർ യഹോവയുടെ അവകാശമാണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവരെ ഭരിക്കണം എന്നുമുള്ളതുമാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെത്ര വലിയ ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. രാജാവായി തീരുമ്പോൾ മറ്റുള്ള ജാതികൾ ചെയ്യുന്നത് പോലെ തനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന ചിന്ത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ശൗലേ, നീ ഓർക്കണം, നിന്നെ ദൈവം ഏൽപ്പിച്ച ജനമാണിത്. ആ ജനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെ അവകാശമാണ്. കൃപയാലാണ് നീ ആ ജനത്തിൻ്റെ പ്രഭുവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓർക്കേണ്ടുന്ന കാര്യം, ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കൃപയുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ടിട്ടുള്ളതാണ്. നാം ദൈവജനത്തെ ശുശ്രൂഷിക്കേണ്ടുന്നവരാണ്. പ്രത്യേകിച്ചും ശുശ്രൂഷകന്മാർ ഇക്കാര്യം ഹൃദയത്തിൻ്റെ ആഴത്തിൽ എഴുതിയിടേണ്ടുന്നതാണ്. അതെന്താ? എനിക്കിഷ്ടമുള്ളതുപോലെ ശുശ്രൂഷിപ്പാൻ കഴിയുകയില്ല, മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ ജനത്തെ പരിപാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ച് വേണം ആ പരിപാലനം നിർവഹിപ്പാനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ,
നാം പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ജനമാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം കൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ജനമായി തീർന്നവരാ. ആ കൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് ജനമായി തീർന്നവരെ കൃപയുടെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്. വളരെ ഭയത്തോടും ഭക്തിയോടും താഴ്മയോടും ദൈവകൃപയോടും നിർവഹിക്കപ്പെടേണ്ടുന്നതാണ് ദൈവഗ്രഹമായ സഭയുടെ ശുശ്രൂഷകളെന്ന് പറയുന്നത്. അത് ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, ഓരോ ദൈവജനത്തിനും ദൈവം ഏൽപ്പിച്ചിട്ടുള്ള കൃപാവരങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്. ഓരോ ശുശ്രൂഷകളും നാം മനുഷ്യരുടെ ഇടയിൽ നിർവഹിക്കുമ്പോൾ അത് മാനുഷികമായി നൽകപ്പെട്ടതല്ലെന്നും കൃപയാൽ എനിക്ക് ദൈവജനത്തെ ശുശ്രൂഷിപ്പാൻ ഭാഗ്യം ലഭിച്ചതാണ് എന്നുമുള്ള ആ വലിയ വസ്തുത ഓർത്തുകൊണ്ട് വളരെ ഭയത്തോടെ വേണം നാം കർത്താവിൻ്റെ ജനത്തെ ശുശ്രൂഷിപ്പാനായിട്ട്. സഭയുടെ കാന്തനായ കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കും എന്നുള്ളത് നാം മറക്കരുത്. തൻ്റെ ജനത്തെ എങ്ങനെ പരിപാലിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് നാം കൊടുക്കേണ്ടതായിട്ട് വരും. ദൈവജനം ഓർക്കേണ്ടുന്നത് ആ ജനത്തിൻ്റെ മധ്യേ നമുക്ക് നൽകിയ ശുശ്രൂഷകൾ എത്തരത്തിൽ നാം നിർവഹിച്ചു എന്നുള്ളതിന് ദൈവത്തോട് നാം അക്കൗണ്ടബിൾ ആണ് എന്നുള്ള വിഷയമാണ്. ഇവിടെ ഇതാ ശൗലിനെ അതുതന്നെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായിട്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കൃപയുടെ അടിസ്ഥാനത്തിലാണ് നീ ഈ സ്ഥാനത്തേക്ക് വന്നത് എന്നോർക്കണം. നീ ശുശ്രൂഷിക്കുന്ന ജനം അത് ദൈവത്തിൻ്റെ അവകാശമാണ് എന്നുള്ളത് നീ ഓർക്കണം. അത് തന്നെയുമല്ല, അതിന് ശൗലേ നീ കണക്ക് പറയേണ്ടുന്ന ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഓർക്കണം. രാജാവായി തീരുമ്പോൾ മനുഷ്യർ നിന്നോട് ഒന്നും ചോദിച്ചില്ല എന്ന് വന്നേക്കാം. പ്രൗഢിയുടെയും അതുപോലെ തന്നെ പ്രാഗൽഭ്യത്തിൻ്റെയും അതുപോലെ രാജകീയ അടിസ്ഥാനങ്ങളുടെയും കാരണത്താൽ ഒരുപക്ഷെ പലരും ചോദിച്ചില്ല എന്ന് വന്നേക്കാം ശൗലേ. എന്നാൽ രാജാതിരാജാവ് ചോദിക്കാനായിട്ട് ഉയരങ്ങളിലുണ്ട് എന്നുള്ളത് മറക്കരുത്. അവിടുന്ന് തൻ്റെ ജനത്തെ നിന്റെ കയ്യിൽ അല്പകാലത്തേക്ക് ഏൽപ്പിച്ചിട്ടുള്ളതാ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദൈവാലയത്തിൽ നാം നടക്കുമ്പോൾ, നാം ദൈവജനത്തെ ശുശ്രൂഷിക്കുമ്പോൾ കൃപയുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ട ഈ ശുശ്രൂഷകൾക്കെല്ലാം കർത്താവിനോട് നാം കണക്ക് പറയേണ്ടുന്നവരാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ വളരെ ഉത്തമരായി ശുശ്രൂഷിപ്പാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.